ഉണ്ടാക്കിയല്ലേ അത് തിന്ന് തീർക്കണം. ഒരു ഫുൾ സ്ലൈസ് തിന്ന് തീർക്കാനാ പറഞ്ഞത്. എനിക്ക് പ്രാന്ത. എങ്ങനെ ഇരിക്കണം? പെട്ടെന്ന് കടിയതൊക്കെ. ഞങ്ങളിന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു ട്രഷർ ഹണ്ട് പോലെ ഒരു 10 ടാസ്ക് സെറ്റ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ജയിക്കുന്നവർക്കൊന്നുമില്ല, കാരണം നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, എൻ്റെ ആവശ്യമില്ല, വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ. തോക്കുകയാണെങ്കിൽ നമ്മൾ റോട്ടിൽ പോയി ഒരു പ്ലക്കാർഡ് പിടിച്ചിരിക്കും. പ്ലക്കാർഡ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അവിടെ ടാസ്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 ടീമായിട്ട്. ടീമും നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ചീട്ടിട്ടാണ് എടുത്തത്. അപ്പം നമ്മൾ 4 പേര്, ആ സൈഡിൽ ഇരിക്കുന്ന അവർ 4 പേര്. ഗെയിമിലേക്ക് പോവാം. ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മുടെ ഒരു ടീമിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 500 ആണ്. അവർക്കും കൊടുത്തു, നമ്മുടെ കയ്യിലുണ്ട്. 1.5 മണിക്കൂറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ടീമിനും. കളി തുടങ്ങാൻ പോവാണ്. റെഡിയാണല്ലോ? നിങ്ങൾ റെഡിയാണല്ലോ? 3, 2, 1 സ്റ്റാർട്ട്. തുടങ്ങിയിട്ടുണ്ടോ? ബിന്ന്, അതായത് നമ്മുടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഒരു 10 സ്റ്റെപ്പ് അപ്പുറത്ത് നിന്നിട്ട് അതിന്റെ അകത്തോട്ട് ഇടണം, എറിഞ്ഞിടണം. അതെന്താ? ഇത് എടുക്കാടെ ഫസ്റ്റ് നമുക്ക് ഒരു ചേട്ടുണ്ട്. ചേട്ടൻ ഓക്കെ ആയിരിക്കും. അടുത്ത ടാസ്ക് നോക്ക്, വേറെ ടാസ്ക് നോക്ക്. റീൽ ഉണ്ടാക്കാം. അവര് സമ്മതിക്കില്ല, അവര് എടാ ചോദിക്കാം. അവിടെ അവര് ആരും അറിയാതെ വന്നെടുക്കുന്നത് നീ ഷൂട്ട് ചെയ്ത് അത് ഇവിടുന്ന് ആ സാധനം എടുത്ത് എറിഞ്ഞിടാൻ നോക്ക്. 10 സ്റ്റെപ്പ്. അതാ അവിടെ പോയി നിന്നിട്ട് കല്ലല്ല, ഒരു ഐറ്റം ഇടണം. ഇതോ അവിടെ ഒരു ചെറിയ കുപ്പിയുണ്ട്. 10 സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 1, 2, 3, 4, 5, 6. അവിടെ മതി. അവിടെ അതാ 10 എന്ന് പറയുന്ന അതിന്റെ അകത്ത് ഇടണം. ഇട്ടോ നോക്ക്. കൊള്ളാം. അല്ലല്ല, ഇട്ടോ പെട്ടെന്നുണ്ട്. എങ്ങനെ കിട്ടിയില്ല? നീ പെട്ടെന്ന് പറ. നീ ഇപ്പൊ എന്താണ് കാണിച്ചത്? മറ്റൊരു സാധനമുള്ള നെയ്യപ്പം പെപ്പയുടെ പാട്ടും ഡാൻസ്. അതും തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് അതേ വന്നുള്ളൂ മൈൻഡില്. എടാ ഇഞ്ഞിട്, ഞാൻ ഇടിയാം, ഞാൻ അറിഞ്ഞു നോക്കട്ടെ. ഞാൻ പറയുന്നത് ഞാൻ ആദ്യം പോയി ചോദിച്ചിട്ട് വരട്ടെ അവരുടെ അടുത്ത്. അപ്പൊ അത് മാറ്റിക്കോ. അത് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ പോലെയാണ്. ജസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മാത്രം മതി. ഇന്റർവ്യൂ സ്ട്രേഞ്ച്, അത്രേ ഉള്ളൂ. പേരെന്താ? ആനന്ദിന്റെ സ്ഥലം എവിടെയാ? എന്ത് ചെയ്യാ? പഠിക്കുന്ന എന്താ പഠിക്കുന്നേ? ഡിഗ്രി പഠിക്കുന്നു. എത്ര പോരെ? താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓക്കെ, അത് കാണിക്കാം. ഇന്റർവ്യൂ സ്ട്രേഞ്ചർ കൊറേ ഉണ്ട്. Speak only English. Act as a character, eat a dish without hand, convince a stranger to feed you. What about it? അല്ല കുഴപ്പമില്ല. തീരുമാനിച്ചു ക്യാമറയിൽ പറഞ്ഞ നമ്മൾ ഏതാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയണല്ലേ നമ്മള് ചെയ്യുന്നത്. ഇവിടെ ആളും ബഹളം ഇല്ല. ആ സ്ക്വാട്ടും കാര്യങ്ങളും അത് ചെയ്യാം. അത് തന്നെ തീർക്കും. ഓക്കെ, അടുത്ത 15 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പോകുന്നത്. So basically we cannot use any Malayalam words, okay? Only English. Okay. Mute for 5 minutes. Yeah. That's also fine. Yes. So how's the task? Yeah. Very hot, huh? Yeah. Oh, I know. Aaron, do you have any
kind of Idea? idea? Yeah, I kind of have some ideas. Yeah, we will discuss it. That is. Yeah. Is there any suggestions? Oh, they are coming. ശ്രീഹരിയുടെ ഏതൊരു ഫ്രണ്ടിന്റെ ഇതുവഴി നമ്മൾ ഫ്ലാറ്റ് ഒക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വഴികൾ കിട്ടും. Actually, can we? This person is right. No, 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 no. It's not Malayali. Hold 1 minute plan. Actually, can we do this one? We can do the 1 minute plank right after we complete 15 minutes. As per the rules, we should complete each task and then do the next one. പിന്നെ ഈ എവിടുന്ന് പട്ടിനെ കിട്ടും? പട്ടി പോയി പട്ടിനെ പട്ടിയൊക്കെ കുറെ കാണും. പട്ടി വേണ്ടതൊന്നല്ല, വേണ്ടത് കുറെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ പട്ടി എന്നല്ലേ പറഞ്ഞോളൂ. ഞാൻ പട്ടിയായിട്ട് അഭിനയിക്കാം. അത് മതി. What do you what do you think about their like strategy or something like that? Do you have any specific? lot of strategy. He's very. Cunning. You look at my way. അതെ. അല്ല ഫോട്ടോ എക്സ്ട്രാ വേറെ എടുക്കും. അതെ ആ തെറ്റ് അതെ ഇത് പിടിച്ച ഡോഗ് സെൽഫി കഴിഞ്ഞു. ഇത് നമ്മളെ ചെയ്തു. കൂടെ വരെ വരുന്നത് സെൽഫി കഴിഞ്ഞിട്ട് Hey Fatima, see only we have 1 hour and 8 minutes. Oh, 1 hour and 8 Ah, minutes. we have almost We have already completed 30 minutes. almost. Speak only English, so next 15 അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ടാസ്ക് ആണ്. dish without hands. ഓക്കെ, ചായ് വാ. അതാണ് ചായ് പോയി നമ്മളൊരു ഡിഷ് ഓർഡർ ചെയ്തിട്ട് കൈ ഇല്ലാതെ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ശ്രീ നീ ഒന്ന് പോയി പൈസ വേണ്ടിയില്ല. ഓ സമയങ്ങളാണ് ഇവര് കഴിക്കാൻ പോകുന്നു. ഞാന് അവൻ വരുമ്പോ അവ എടുക്കട്ടെ. ഞാനും എടുക്കും. ഓ മാതോ എന്റെ കഴിഞ്ഞു. ശ്രീ എങ്ങനുണ്ട്? കടിക്ക് കഴിഞ്ഞ പോ അടുത്ത പോവാം. അല്ലേ അലിമോലെ അവരും ഉണ്ടെന്ന് പറയുന്നു. ഓ ഗുഡ് ഐഡിയ ഒന്നുകൂടെ പറ. ഇന്നാരിയർ നഗറിലെ മറ്റേ സീനില്ലേ, മറ്റേ മരുന്ന് വാങ്ങി പയ്യൻ തട്ടിയാൽ മതി എന്ന് പറയുന്ന സീൻ. പോയി നടക്കുന്നു, അവൻ നടന്നു വരുന്നു, പോയി തട്ടുന്നു, ഞാൻ മാത്രമല്ല അവരും ഉണ്ട്. സിമ്പിൾ സീൻ. സെറ്റ്. 10 സെക്കൻഡ്. വാ അവിടെ ആളെ കണ്ടുപിടിക്കാം. ഇത് തീർത്തേ. വീഡിയോയിൽ വരാൻ പറ്റുന്ന ഒരു കോലത്തിലായിരിക്കില്ല അറിഞ്ഞത്, അതുകൊണ്ട് ഒരു പുറമേ ക്യാമറ. അതെ പറ. ഐസിന്റെ തീർന്നു പറ. ഐസ് ക്യൂബ്സിന്റെ നമ്മൾ തീർത്തു. എന്താണ് പാത്തു പറയാനുള്ളത്? നമ്മൾ ജയിക്കും ഇത്. ആണല്ലേ? അത് മതി. ഒരു കോൺഫിഡൻസ് ആണ്. ആരുണ്ട് നിനക്കെന്ത് തോന്നുന്നു? നമുക്ക് ജയിക്കാം. അവരെങ്ങനെ ചെയ്യുന്ന പോലെ ഇരിക്കും. അജിനാണ് കൂടെ ഉള്ളത്, ഭയങ്കര കണ്ണിങ് ആണ്. അതിനത്ര കണ്ണിങ്ങൊന്നും അല്ല. എല്ലാം ഇതൊന്നും ഇവിടെ വെച്ചാണ്. ഈറ്റ് സ്ലൈസ് ഓഫ് ബട്ടർ, അത് നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടുള്ള സാധനങ്ങളോ? 20 കൺവിൻസ് സ്ട്രെയിൻസർ, ഇത് ഞാൻ സെറ്റ് ചെയ്യാം. എംബാരസിംഗ് സ്റ്റോറി, ആക്ട് മൂവി സീൻ, ഇതാണ് ബുദ്ധിമുട്ട്. റീല് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാം. ഇത് രണ്ടും പോണ വഴിക്ക് എടുത്തോണ്ടങ്ങ് പോയാൽ പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് കൺവിൻസ്, ഇതൊരു എംബാരസിംഗ് സ്റ്റോറി പറയുന്ന ഒരു സാധനം 20 പോയിട്ട്. ബട്ടർ എവിടെ നിന്നെങ്കിലും നമുക്ക് വാങ്ങിക്കണം. എടാ ബട്ടർ ഇവിടെ തന്നെ ഒരു സ്ലൈസ് പറഞ്ഞിട്ടുള്ളൂ. സ്ലൈസ് എത്ര പോലെ സൈസാന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു നൈസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ പറ. നിക്ക് ബോർഡല്ലേ. ഞങ്ങൾ അടുത്ത ചെയ്യാൻ പോണത് ഈറ്റ് എ ഡിഷ് വിത്തൗട്ട് ഹാൻഡ്സ്. ആരോ ഡു ഇറ്റ് മാൻ. എന്താ പട്ടിയാകോ? ഇല്ല പെട്ടെന്ന് സമയം പോണം.
ജോക്ക് പറയുന്ന സാധനം ഇപ്പൊ ചെയ്യാൻ പോവാണ്. ആ പാലത്തിന്റെ മുകളിൽ കയറി വരുന്നവരെ പിടിച്ചാലോ? ഇതൊരു ജോക്ക് പറയാം, അത് കേട്ടിരുന്ന് ചിരിച്ചാ മതി. എത്ര എടാ നീ പെട്ടെന്ന് പറയാം വരും. ആ തമാശ പറയും. ടാസ്ക് കാണിക്കും, ടാസ്ക് കാണിക്കും. ആ ഞങ്ങള് പെർഫോം എ ജോക്ക് വിത്ത് സ്ട്രേഞ്ചർ. ഒരു മിനിറ്റ് അമ്മ പറഞ്ഞോ. അല്ല അപ്പൊ ഞാൻ നോക്ക് ടോക്ക് പറയാം. ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ് പറയും. തമാശ തോന്നിയില്ലെങ്കിൽ ഒന്ന് ചിരിച്ചേക്കാം. മലയാളത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും, നമുക്ക് സമയമില്ല. ഇല്ല പറ. ഞാൻ പറയുന്ന മറ്റേ ആരും ഇല്ലാത്ത സാധനം വേണ്ടി പെട്ടെന്ന്. എന്റെ അടുത്ത് ആദ്യം പറഞ്ഞില്ല. ഇത്ര കാര്യത്തിന് പിടിച്ചൊരു 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആരോൺ എഴുതുകയാണ് പാട്ട്. ഏത് പാട്ട് എഴുതും? ആ ഞാൻ പറഞ്ഞുതരാം. കണ്ടാൽ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമളന, കാമുകിമാരുടെ കാമുകന, പണ്ടേ. ഞാൻ എഴുതാം ഇഞ്ഞെട്. ഞാൻ എഴുതാം. പിന്നെ ഇവൻ ഇംഗ്ലീഷ് തന്നെ വേണോ? പിന്നെ അല്ലാതെ ചെയ്യാൻ പറ്റുമോ നോക്കിയത്. ഓക്കെ, ലൂപ്പോൾ അല്ലാണ്ട്. ആരോൺ ആലോചിക്കുകയാണ്. എടാ സമയമില്ല, ജയിക്കണം നമുക്ക്. ഇത് കിട്ടുന്നുണ്ട്. 1 മിനിറ്റ് ആയി. ആരാണ് എന്താണെന്നൊക്കെ അറിയാം. 3 പേര് മാറി നിൽക്കുന്നു. ഞാൻ വന്നിട്ട് അറിഞ്ഞിട്ടുണ്ടോ? 10 സെക്കൻഡ്. ബ്രോ അപ്പൂപ്പനാണ്. വെറുതെ നടന്നു വന്നാലും ഞാൻ ഇങ്ങനെ തട്ടിട്ട് പറഞ്ഞോ. ഡയലോഗ് ഒന്നും ഇല്ല, വെറുതെ നിന്നാ മതി. നിന്നാ മതി. വെറുതെ നടന്നു വന്നാ മതി. ഞാൻ തട്ടിട്ട് ഞാൻ പറഞ്ഞോടാ. റിയാക്ഷൻ പോലും ഇടണ്ട. റെഡി. അവരാണ് ചെയ്യാൻ പോകുന്നത്. അവര് ആ റീലിന്റെ പാട്ട് ചെയ്യാൻ പോവാണ്. റീൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും എവിടെന്നൊക്കെയാ കിട്ടി കുടിക്കാൻ നമുക്ക്. ഇതാരുടെ വെള്ളം? അവരുടെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. എന്താ ഇവൻ ആക്ച്വലി അവന്റെ ഒരു ചെറിയൊരു എംബാരസിംഗ് സ്റ്റോറി. പള്ളിയിൽ പഠിക്കുമ്പോ സംഭാഷണത്തിന് ഞാനാണെങ്കിൽ ഉണ്ടായിരുന്നു. വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു. ആ ചേട്ടന് ഞാൻ വലിയ കമ്പനിയായിരുന്നു. നമ്മൾ പക്ഷേ എന്തോന്ന് എഴുതിയും വലുതായിട്ട് അങ്ങനെ പഠിക്കാനും കയറിയില്ല. ബാക്കിയെല്ലാവരും പഠിച്ചു പോയി. നമ്മൾ വിചാരിച്ചു ഉസ്താദ് എന്തോന്ന് ഏത് തരമെന്ന് വിചാരിച്ചു. സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെ കാത്തിരുന്നു. നമുക്ക് ഒന്നും കിട്ടിയില്ലല്ലേ, 10 പോയി ചെയ്യാം. എന്റെ പോയിന്റ് കിണത് ഞാൻ ഇങ്ങനെയൊക്കെ ആയി. നോക്കുമ്പോ എല്ലാവരും എന്തെങ്കിലും പറയണ്ടേ, അവിടെ ചെന്ന് ഇങ്ങനെ പഴം പോലെ ഞാൻ നടക്കൂലല്ലോ. അതെന്നെ രക്ഷിച്ചു. പേര് പറ. മുഹമ്മദ് ബിലാലിന് ഒരു ഷൗട്ട് ഔട്ട്. ഇതാ കഴിഞ്ഞതാ നമ്മൾ എംബാരസിംഗ് സ്റ്റോറി കഴിഞ്ഞു. അടുത്തതായി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആരോൺ നിങ്ങൾക്കായി എഴുതിയ പാട്ട്. പാടിക്കോ ആരോൺ. ലിറിക്സ് പുറത്ത് വന്നു കഴിഞ്ഞാ ഞാൻ പിന്നെ തൂങ്ങിച്ചാവുന്നതല്ല. എങ്ങനെ പാടും? ഓക്കെ, ലിറിക്സ് ആദ്യം പറഞ്ഞു കേൾപ്പിക്കാം. Say you won't forget me, say that you will love me. I feel like the earth is moving so slow. I will always be there for you, even if you don't want me to, but I will always love you. ഓക്കെ, ഇനി പാട് പെട്ടെന്ന് പാട്, സമയം കിട്ടുന്നില്ല. റാപ്പ് ചെയ്താലോ? എന്താണേലും ഓക്കെ. Say you won't forget me, say that you'll love me. I feel like the earth is moving so slow. I will always be there for you, even if you don't want me to, but I'll always love you. ഓക്കെ. മൂവീസിന് റീല് ഒന്നും കറക്റ്റാ, രണ്ടും ഒരുമിച്ച് തീർന്ന്. അല്ല പക്ഷെ ശരിയാണ്. ലൂപ്പോളാ ഇത് രണ്ടും കഴിഞ്ഞു. കൊറേ കഴിഞ്ഞു. 4 ജോക്ക് തീർന്നു, കൺവിൻസ് ഇതെല്ലാം തീർന്നു. ഇനി സ്ലൈസ് ഓഫ് ബട്ടറേ ഉള്ളൂ. അതും കഴിഞ്ഞു. ഉള്ളിലേക്ക് ഓടാം. എത്ര സമയം ഉണ്ട്? ഇനി ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാനല്ലേ? ബട്ടർ വാങ്ങാൻ വേണ്ടി മാത്രം
സ്വിഗ്ഗി ഓർഡർ ചെയ്താലോ? സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഇനി എപ്പോ വരാം? നമുക്ക് അവിടുന്ന് ബാക്കി ഓട്ടോ പിടിച്ച് നമുക്ക് തിരിച്ചു പോവാം. ബാക്കി ടാസ്കുകളെല്ലാം ലുലുന്ന് എടുക്കാന്നോ? ബാക്കി കാശ് നമ്മൾ ഇവിടെ ക്യാരി ചെയ്തൂടെ ആ ക്യാരി ചെയ്യാം. ക്യാരി ചെയ്യാനുള്ളത് ഇതിപ്പോ എത്ര മീറ്റർ ആണെന്ന് എങ്ങനെ അറിയാം? 20 അത്രയുണ്ട്. നമുക്കൊന്ന് അവിടെ നിന്ന് നടക്കുന്ന സ്റ്റാർട്ട് ചെയ്യാം. ക്യാരി ടീംമേറ്റ് ഫോർ 20 meters. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 20 meters ആണ്. പക്ഷെ അജിൻ ഫോർ ദ ചാലഞ്ച് ഫുള്ള് നടക്കാൻ പോകും. ഞാൻ പ്രിപ്പയർ ആയിട്ടെ കുറച്ച് എങ്ങനെ അതെ ക്യാരി ചെയ്യണം. ഉപ്പുചാക്കല്ലേ എളുപ്പം. അത് തന്നെ. ഓ അങ്ങനെ അങ്ങനെയാണ്. ഗുഡ് 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 ഗുഡ്. സമയമില്ല. നീ ഇങ്ങനെ പിടിക്കുന്നു. ഒപ്പടെ കേറട്ടെ. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. മതി. അവിടെ തണലുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന 15 സ്ക്വാട്സ് ഞങ്ങൾ 3 പേരും ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞു. ഓക്കെ ഇനി എത്ര ടാസ്ക് ഉണ്ട്? നീ തീർത്ത ടാസ്കുകൾ താ എനിക്ക് താ, അല്ലെങ്കിൽ നീ വെച്ചോ. 8 എണ്ണം തീർന്നല്ലോ നമ്മള്. 2 കൂടെ ഒന്ന് കൺഫേം ചെയ്യേ. അതെ തീർന്നു. തീർന്നത് അജിന്റെ കയ്യിലല്ലേ? ദേവാന്റെ കയ്യിലല്ലേ തീർന്നത്? ഇവര് വരും. ഇവരുടെ കൂടെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. വിളിച്ച് ചോദിച്ചു നോക്കിയേ. റീൽ എന്തെങ്കിലും ചെയ്യണോ? ലൂപ്പ് ഹോളാടാ. അത് കഴിഞ്ഞല്ല. വേറെ ഫണ്ണി ഐറ്റം എന്റെ ഐസ് ക്യൂബ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് അവർ നമ്മൾ കോൾ വിളിച്ചേക്കാണ്. അവർക്ക് ഒരു ഫണ്ണി ഐറ്റം ഇടാനായിട്ട് അവർക്ക് ഓപ്ഷൻ വന്നേക്കാണ്. അപ്പൊ നമ്മളാണ് അവർക്ക് പണി കൊടുക്കേണ്ടത്. അജിനെ ഹലോ. 4 പേര് ഇടണമെന്ന് പറ. വെള്ളക്ക ഈ ഓല വെച്ചിട്ട് നമ്മള് ചെവിയിൽ ഇങ്ങനെ തൂക്കിയിരുന്ന ഒരു സാധനം പിന്നെ തൊപ്പിയും വെക്കണമെന്ന് പറ. തൊപ്പി ഉണ്ടാക്കി വെക്കണം. അത് എല്ലാരും ഇടാനാണ് അവര് പറയുന്നത്. തൊപ്പി കള്ളനും പോലീസിലും ഇടുന്ന ഓല വെച്ചിട്ട് മറ്റേ ചെവിയില് തൂക്കിയിടത്തില്ലേ? വെള്ളക്ക ഉണ്ട്. എല്ലാരും ഓരോന്ന് ഇട്ടാ മതി. എടാ ഇല്ല മറ്റേ തൊപ്പിയും അല്ല ഗെയിമിൽ 2 പേരിടണേ. എന്ത് ചെവിയില് മറ്റേ ഓല പോലത്തെ ഒരു സാധനം ഇല്ലേ? അത് ഇടാനാണ് അവര് പറഞ്ഞത്. 4 അതെവിടെ കിട്ടും? ഓലതായിരിക്കും. എനിക്ക് പറിക്കാം ഇല്ലേ? ഞാൻ പറയുന്നതില്ലേ, നമുക്ക് കാര്യം ചെയ്യാം. ബട്ടർ വാങ്ങിച്ചിട്ട് നീ ഊബർ ബുക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ഊബർ വരുമ്പോഴത്തേക്ക് ബട്ടറും വാങ്ങിക്കാം. നമുക്ക് ഈ ഓലയായിട്ട് നേരെ അങ്ങ് പോകാം. അങ്ങ് പോവാം. അവിടെ നിന്ന് ഫിനിഷ് ചെയ്യാം നമുക്ക്. ഓർഡർ ചെയ്തൊന്നും വരും. അതവിടെ എത്തും. അങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. ലൊക്കേഷൻ അവിടെ ഗുഡ് 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 ഗുഡ്. ബട്ടറിന്റെ കൂടെ വേറെ എടുത്തോണ്ട് പോയല്ലോ. ഒരു മയത്തിലൊക്കെ പറയേ അല്ല ചൊറിയ പൊന്ത് കിട്ടിയോ? 60 രൂപ. 60 രൂപ ബട്ടർ 130 രൂപയാവുന്നത്. വേറെ നീ വേറെ 100 എത്ര രൂപയ്ക്ക് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി പോകുന്ന ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യും. ഡെലിവറി ചാർജ് മാറ്റാൻ വേണ്ടി നമുക്ക് വേറെ സ്നാക്സ് ഓർഡർ ചെയ്യാം. രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കും. എന്താ വേണ്ടേ? ജ്യൂസുകൾ എന്തെങ്കിലും പറവറായിട്ട് സമയങ്ങളല്ലേ ഇവിടെ പിടിക്കാം നമുക്ക്. ഓട്ടോ പിടിച്ചു പോവാം. അല്ലെങ്കിൽ അതിന് 4 പേര് കിട്ടും. അടുത്ത ടാസ്ക് ആക്ടേഴ്സ് ആക്ടർ 1 മിനിറ്റ് ആരോ. ഞാന് ജനാർദ്ദനന്റെ ക്യാരക്ടറായിട്ടാണ് ഇനി 1 മിനിറ്റ് അഭിനയിക്കാൻ പോകുന്നത്. നമ്മളെല്ലാ ടാസ്കും ചെയ്തുകൊണ്ട് വരികയാണ്. നമ്മളിപ്പം എത്രാമത്തെ ടാസ്കാ ചെയ്യുന്നത്? 4 മനസ്സിലായി. നമ്മളിപ്പം 4ാമത്തെ ടാസ്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ കഴിഞ്ഞില്ലേ? ഇല്ല 4 കഴിഞ്ഞു. 4ാമത്തെ കഴിഞ്ഞു. ഞാനല്ലേ ഇപ്പൊ തിന്നു തീർത്തത്. അല്ല 4ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞു. 5 ടാസ്കാണ് കഴിഞ്ഞത്. ഇപ്പൊ 6ാമത്തെ ടാസ്കാണ്. ജനാർദ്ദനായിട്ട് അഭിനയിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജീവിച്ചാ മതി. ഓ അയാളുടെ ശബ്ദം ഭയങ്കര പാടാണ്. 1 മിനിറ്റ്. ചാരായം വെച്ച് കൊട്ടാരം നാറ്റിച്ചു. ഓല കിട്ടി. ഇനി ഇതിനെ ഒന്ന് കറക്കി എടുക്കണം. ഞങ്ങൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് അവിടെ എത്തുന്നു. ഓല നമ്മൾ ചെവി വയ്ക്കുന്നു, ബട്ടർ അഴിക്കുന്നു. സെറ്റ്. നമ്മള് ലാസ്റ്റ് 2 ചലഞ്ച് നമ്മൾ തീർന്ന പരിപാടി അല്ലേ? എനിക്ക് പ്ലക്കാർഡ് അവര് പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കരഞ്ഞല്ല, വിയർപ്പാണ്. നമ്മള് തിരിച്ചെത്തുമ്പോ അവരോട് ഉണ്ടാവുമോ? ഇല്ല എന്തായാലും ഗൈസ് നമ്മളങ്ങനെ ഈ 2 തീർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് കാര്യം ചെയ്യാം. അവിടെ ഫുഡ് കോർട്ട് ഇരിക്കുന്ന ആർക്കെങ്കിലും പോയി ചോദിക്കാം. ഒരു ജസ്റ്റ് 2 വരി പാടാൻ പോകുന്നത്.
ടാസ്കിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യണേ. എന്താണ് അപ്പൊ കുഴപ്പമില്ല, അടുത്ത ആളെ പോക്കാം. ബട്ടറങ്ങ് എത്തുവോ? നമുക്ക് പ്രായം കുറഞ്ഞ ആരെങ്കിലും വിളിക്കുക, കാരണം അവരാകുമ്പോ വലിയ പ്രശ്നമില്ല. ഒരു 2 വരി പാടിയാൽ മതി. ഒരു 2 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ടുള്ളത് എന്തെങ്കിലും, സിമ്പിൾ ആയി എന്തെങ്കിലും സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും സിമ്പിൾ ഇട്ടോ, സംതിങ് സ്റ്റെപ്പ് ആയാൽ മതി. ആ മതി മതി, എനിക്കറിയില്ല. ആ കൊള്ള 3, 2 അത് മോളോട്ട് താഴോട്ട്. താങ്ക് യു കേട്ടോ. തുടങ്ങിയ സ്ഥലത്ത് എത്തിയ നമ്മളുടെ അടുത്ത് എന്താണെന്ന് പറയാം. കരച്ചില് വരുന്നു. ഇതിന് ജയിക്കാൻ പോകുമ്പോ ഹാപ്പി ടീയേഴ്സ് വരുന്നു. ഞാൻ പിന്നും പറയുന്നത് ഇതിനാ കാരണം എല്ലാം വിയർപ്പാണ്. നീ ഇതൊന്ന് പിടിക്കൂ. അപ്പൊ നമ്മൾ കൺവിൻസ് സ്ട്രേഞ്ചർ ടു ഫീഡ് ഈച്ച് മെമ്പർ ആണ്. അപ്പൊ നമ്മളോട് ബിസ്ക്കറ്റ് എടുക്കാണ്. അത് ഏതെങ്കിലും സ്ട്രേഞ്ചറിനെ കൊണ്ട് നമുക്ക് തരാൻ പറ്റുമോ നോക്കാം. അവര് പറഞ്ഞ സാധനം ഞങ്ങൾ ചെവിയിൽ വെച്ചു. വാ 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 വാ. ഈ വെച്ച സാധനം ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ മറന്നു. അല്ല ഷൂട്ട് ചെയ്തു വിശ്വസിച്ചു. പക്ഷെ അത് ആക്ച്വലി ഊരിപ്പോയി. അത് പയ്യന്മാരെ അപ്രോച്ച് എല്ലാം ബാത്ത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ഐസ് ക്യൂബ്സ് കഴിച്ച് ഞങ്ങൾ ജയിച്ചു. എനിക്ക് അവര് പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നു. എന്താ ആരും എടുത്തിട്ടില്ല. എനിക്ക് അവൾക്കും അത് കാണാൻ പറ്റും. ഓക്കേടാ. ഓ ഫൈനലി വെച്ചു കൊടുത്താൽ മാത്രം മതി. അത് കേട്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു? പാല് കറന്ന് ബട്ടർ അത് വേണ്ടി വരും മിക്കവാറും. അതാ ഇത് വെയിറ്റിംഗ് ടൈം അത്യാവശ്യമായി. നമുക്ക് പാർട്ട്ണർ അസൈൻ ചെയ്തിട്ടില്ല ഇൻസ്റ്റാമാർട്ടിന് വേണ്ടിട്ട്. കാണിച്ച ശ്രീഹരി എന്താ നടക്കുന്നത്? ഓർഡർ ഈസ് പാക്ഡ്. അത് ഇങ്ങോട്ട് എത്തിക്കണ ആള് അത് മൊത്തം കൊടുത്തോ? അത് ഫുള്ള് കൊടുത്തോ? അല്ല ഫുള്ള് കൊടുത്തോ? ആ ഇതാ പിടിച്ചോ. നീ എടുത്തോ. താങ്ക് യു. പേരെന്താ? താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങൾ നമ്മള് 4ാമത്തെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ടാസ്ക് 1 മിനിറ്റ് പ്ലാൻ. നമുക്ക് ഓട്ടം പിടിക്കാം. ഏജന്റ് അസൈൻ ആയോ? ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് നടക്കാം. മീൻസ് നടക്കല്ലോ. നീ ക്യാൻസൽ ചെയ്യണ്ട, നീ ഊബർ ബുക്ക് ചെയ്യാം. ആദ്യം ഏത് വരുമോ നോക്കട്ടെ. ക്യാൻസൽ ചെയ്യണ്ട. 7 മിനിറ്റ് കിട്ടിയില്ലേ? ഇല്ല, ആളെ കിട്ടിയിട്ടില്ല. വേണ്ട ഓർഡർ ഈസ് പാക്ഡ്. എടാ സാന്ദ്ര സ്പീക്കിംഗ്. സാന്ദ്ര നമ്മുടെ ജീവിതം രക്ഷിച്ചു. ചേച്ചിയാണ് കേട്ടോ, സനിത. ഓ 100 സനിത ചേച്ചി ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. 7 മിനിറ്റിൽ വരുന്നാണ് പറയുന്നത്. ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ കൃത്യമായിട്ട് എത്തിയാൽ നമ്മൾ ജയിക്കും. എത്ര ടൈം ബാക്കിയുണ്ട്? ടൈം ടോട്ടൽ ഇനി 33 മിനിറ്റ്സ് ബാക്കിയുണ്ട്. 37 ആയിരുന്നു. 1 മിനിറ്റ് പ്ലാൻ കൂടി ചെയ്താൽ നമ്മൾ ഈ ടാസ്ക് ജയിക്കും. ഓ മൈ ഗാഡ്. അതിനൊക്കെ തീർന്നിട്ടിരിക്കുകയാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളവിടെ ചെല്ലുമ്പോ കൊച്ചങ്ങയൊക്കെ തലയെ പറ്റി പറഞ്ഞ് അജിനാട് പറയാൻ പറ്റൂല. കളിയും ജയിച്ചിട്ട് അവിടെ ഇരിക്കും. വിളിക്കും മനപ്പൂർവ്വം വിളിക്കാതിരിക്കും. വരുമ്പോ വരട്ടെ. ഒന്ന് ആലോചിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം കൊച്ചൊക്കെ ഇട്ടോണ്ടിരിക്കുന്ന അവസ്ഥ. അയ്യോ ഞാൻ ചങ്ങോട്ട് ചാവ് കേട്ടാ. അങ്ങനെ അടക്കി ആരും ഇല്ലേ? അല്ല ആരും ഇരിപ്പുണ്ട് അവരുടെ കാറിന്റെ അവിടെ. എടാ ഓട്ടല്ലേ ആ വരുന്ന? അയ്യോ ഓ തന്നടാ. തീർന്നെന്ന് പറയാൻ കേട്ടാ.
കൊച്ചങ്ങയാ നമ്മൾ ജയിച്ചിരിക്കുക ഇവിടെ. വി വോൺ. എല്ലാം കഴിഞ്ഞോ? തെറ്റ് തെറ്റ്. ഒന്നും മിണ്ടണ്ടേ? കുറച്ചു നേരമായി ഞങ്ങള് കൊച്ചങ്ങ റീച്ചാർജ് താഴെ വീണു. കാണുന്നില്ല. കഴിഞ്ഞ് ഞങ്ങള് ജയിച്ചു. പിന്നെ വാ പ്ലക്കാർഡ് ഇട്. ഡാ. അത് ചെയ്തില്ലേ? എന്തോ അവസാനം എന്തോന്ന് ഈറ്റ് 1 മിനിറ്റ് പ്ലാങ്ക് ഇതുവരെ ചെയ്തില്ല. ഈറ്റ് കഴിച്ചാ? അത് കഴിച്ചാ? എന്താ കഴിച്ചാ? കട്ട്ലറ്റ്. ഓക്കെ, അടുത്ത എനിക്കായിട്ടാ അത് പാടി എന്നിട്ട് ഞാൻ പറയുന്നത് ഇവർക്ക് മറ്റേ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കാം. വെള്ളം മേടിച്ചോടാ. ഇല്ല ജയിക്കുമ്പോ എടാ നീ കുറച്ച് അങ്ങോട്ട് നാടാ, ഇങ്ങോട്ട് പോണ്ട. അവരും ഒരു ടാസ്ക് ചെയ്ത് തീർന്നിട്ടില്ല, നമ്മളും ഒരു ടാസ്ക് ചെയ്ത് തീർന്നിട്ടില്ല. പക്ഷെ അവർക്ക് 1 മിനിറ്റ് പ്ലാങ്ക് ചെയ്യാം. അവർക്ക് 1 മിനിറ്റ് പ്ലാൻ ചെയ്യണം. നമ്മൾ ബട്ടർ തിന്നാ മതി. ഇപ്പൊ ഞങ്ങക്ക് നക്കിയാ നക്കിയാ മതി എന്ന് പറഞ്ഞാ സ്ലൈസ് അങ്ങനെ പിന്നെ ഇല്ല അങ്ങനെ പറഞ്ഞില്ല. ഈറ്റ് എന്നാണ് പറഞ്ഞ. ആ ചേച്ചി വന്നുടനെ സാധനം പിടിച്ചു വാങ്ങിച്ച് ഞാൻ തിന്നാം കേട്ടാ. ചെയ്യാത്ത ചെയ്തു തുടങ്ങിയാ? ഇല്ല തുടങ്ങിയാ? പ്ലാങ്ക് തുടങ്ങിയാ? എടാ പറഞ്ഞ എന്തിനാ അത് നിങ്ങള്? ചേച്ചി അതൊന്ന് പെട്ടെന്ന് എടുത്തു തരൂ. ആരെങ്കിലും പെട്ടെന്ന് വായിലെടുത്തിട്. ചേച്ചി അത് പൈസ ഞങ്ങൾ അത് തരാം. അതൊന്നും എടുക്ക്, പെട്ടെന്ന് എടുക്കും. ഒരു ടാസ്ക് തീർക്കാൻ. എടാ ആരെങ്കിലും എടുത്ത് വായിലിട്, പെട്ടെന്നിട്. എന്നിട്ട് അങ്ങോട്ട് നാടാ കേട്ടാ. ഇനി അവരവിടെ തീർന്നു പറഞ്ഞിട്ട്. എടാ എത്രയെങ്കിലും കൊടുത്തിട്ട് വാ. അവര് 1 മിനിറ്റ് ആര് തിന്നുന്ന? പെട്ടെന്ന് കടിയതങ്ങ്. കടി. എടാ കുറച്ച് എനിക്കും കൂടെ കുറച്ച് കീറ് എന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. എടാ കുറച്ച് ദേവങ്ങ നീ കൂടെ കടിക്കണം കേട്ടാ. എടാ കുറച്ച് കീറ് എനിക്കും കൂടെ കുറച്ച് വായിലെടുത്ത് വെച്ചാ. പെട്ടെന്ന് എനിക്കൂടെ. കഴിഞ്ഞു ഗൈസ്. നമ്മൾ അങ്ങനെ അവസാനം തീർത്തിരിക്കുന്നു. കുറെ പൊട്ടന്മാർ അവിടുന്ന് വരുന്നുണ്ട്. നമ്മളെ ഇല്ല നമ്മള് ഇല്ല കൊള്ളൂല. അത് തിന്ന് തീർക്കണം, ഉണ്ടാക്കല്ലേ. അത് തിന്ന് തീർക്കണം. ഒരു ഫുൾ സ്ലൈസ് തിന്ന് തീർക്കാനാ പറഞ്ഞത്. ഞാൻ സ്ലൈസ് തിന്ന് തീർക്കാനാ പറഞ്ഞോളൂ. നിങ്ങൾക്ക് 4 പേർക്കും തിന്ന് തീർക്കാം, മൊത്തത്തിൽ തിന്ന് തീർക്കാം. എന്നിട്ട് ഒരു പീസ് നിങ്ങൾ അതിനൊരു സ്ലൈസ് കൂടി തിന്നില്ലല്ലോ. ടെക്നിക്കലി നമ്മളിങ്ങനെ എല്ലാരും തിന്നോ? അതിന് കാര്യമില്ല, നമ്മള് പിന്നെ നിങ്ങൾ ഇവിടെ ഷോ കാണിച്ചില്ലേ? കുറെ നേരം ഇവിടെ ഷോ ഉണ്ടാക്കിയില്ലേ? സമയം കളഞ്ഞില്ലേ? അത് മതി, അവിടെ ഇരി അങ്ങോട്ട്. അയ്യോ വാശിയായിരുന്നു. അടിക്ക് അരുൺ ജി. ഇനി നമ്മള് പ്ലക്കാർഡ് പിടിക്കണമെന്നാണ് അവര് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? നമ്മള് ജയിച്ചു. ഇപ്പൊ എന്തായാലും നമ്മള് തോറ്റല്ലേ, ഇനി കൊച്ചങ്ങ വേണ്ട. ജയിച്ചു. ട്രാഫിക്കാണ് നമ്മളെ തോപ്പിച്ച. ട്രാഫിക്കാ? നമ്മുടെ സജിത ചേച്ചി. അല്ല സജിത ചേച്ചി ജയിപ്പി. ഇതിനിടയിൽ സജിത ചേച്ചി അവിടെയൊക്കെ കറങ്ങി കിടന്നു. അയ്യോ അത് ഓഡിയൻസ് പറയും ആരാണ് ഡെഡിക്കേറ്റഡ് ആയിരുന്നത്. ഓഡിയൻസ് പറയണം. അതിന്റെ കള്ളക്കളി നിങ്ങൾ ചൂണ്ടിക്കാട്ടണം. ഇടിക്കാൻ പറഞ്ഞു. അതിന് ഞാൻ അടുത്ത പേടിയാ. ഗൈസ് നിങ്ങൾ പറയൂ, ആരായിരുന്നു ഫെയർ ഗെയിമേഴ്സ്? ഫെയർ ഗെയിമേഴ്സ് ആണോ അതോ ഫ്രോഡ് ഗെയിമേഴ്സ് ആണോ? ഓഡിയൻസ് പറയണേ ആരാ നന്നായിട്ട് കളിച്ചതെന്ന്. ഓക്കെ
ഫെയർ ഓർ ഫ്രോഡ് ഫ്രോഡുകൾ തീരുമാനിക്കും. വേറൊരു ഫ്രോഡ്. അതെ, ഇവിടെ നമ്മളെ ഇവിടെ വീഴ്ത്തിച്ച് നമ്മളെ സ്റ്റോൾ ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കി രണ്ടെണ്ണം. You and me hanging from the willow tree, quietly drifting in the open breeze. Suddenly the wind blows you away from me. Now I see എനിക്ക് തന്നെ ടെൻഷൻ ആവുന്നു. നിങ്ങൾ എങ്ങനെ right where we belong. Maybe we'll never need a reason why. Whoa, dancing till the dawn. If only we could travel back in time. Whoa, right where we belong. Maybe we'll never need a reason why. Whoa, dancing till the dawn. എടാ ഞാൻ വീട്ടിൽ പോകുന്നു. റാപ്പിഡോട് തോറ്റേനെ കാട്ടി എനിക്ക് വിഷമം ഇത് പിടിച്ച് ആ റോട്ടിൽ പോയി നിന്നാണ്. എന്റെ തൊലിയൊക്കെ പോയി. നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ചെയ്തതോടത്തോളം കാര്യം. നമ്മളൊക്കെ ഡെഡ് ആണ് ഇൻസൈഡ്. എന്താ ടാസ്ക് എന്ന് പറഞ്ഞില്ല, അത് പറയും. അതൊക്കെ ആദ്യമേ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ. അതോ ഞാൻ പറയാം. ബേസിക്കലി നമ്മൾ ഈ ഗെയിം ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ തോക്കുന്നവർക്ക് എന്ത് ടാസ്ക് കൊടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാനും അജിനും കൂടെ ഒരു കൺക്ലൂഷനിലെത്തി. നമ്മൾ പ്ലക്കാർഡ്സ് പിടിച്ചിട്ട് അതിൽ വി ആർ ദ ലൂസർ എന്ന് എഴുതിയിട്ട് തോക്കുന്ന ടീം ഒരു സീബ്ര ക്രോസിങ്ങിൽ പോയി നിന്നിട്ട് എല്ലാവരും കാണിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ച കാര്യം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അജിൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ ഇവിടെ പ്രൂവ് ആയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. അത്രേ ഉള്ളൂ ഗൈസ്. തോറ്റതും വിഷമമായി, അതിലും വിഷമ റോട്ടിൽ പോയി ഈ സാമാനം പിടിച്ച് നിന്നാണ്. പക്ഷെ ഒറ്റയ്ക്ക് വരെ ചെയ്യാന്ന് പറഞ്ഞ ആളാണ്. ഒറ്റയ്ക്ക്. ഇനിയിപ്പോ അവർക്ക് എന്തും പറയാലോ. അതെ 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 അതെ. അല്ല, ആക്ച്വലി നമ്മൾ പറയുമ്പോഴത്തേക്ക് അങ്ങനെ അത്ര ടെൻഷനൊന്നും ഇല്ലെന്നാ തോന്നുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് എത്ര എംബാരസ്മെന്റ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. എല്ലാരും നമ്മളെ നോക്കുമായിരുന്നു. ബേസിക്കലി എന്റെ പ്ലക്കാർഡ് ലൂസറും കൂടിയായിരുന്നു. ഇല്ല, എനിക്ക് സന്തോഷം. ഞങ്ങള് ജയിച്ചല്ലോ. അല്ല, എന്ത് പറയാനാ, ഞങ്ങള് ജയിച്ചല്ലോ. We are dead from the inside, അല്ലേ? കുഴപ്പമില്ല അജിന്, ഇതൊക്കെ നീ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ പറ്റില്ല. അടുത്ത കളിയിൽ ഞങ്ങൾ പിടിക്കും. അത് പോട്ടെ. ഇപ്പം തോറ്റു ജയിച്ചു എല്ലാം കഴിഞ്ഞു. ഈ ഗെയിം ഡിസൈൻ ചെയ്ത രീതിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. ഫൺ ഉണ്ടായിരുന്നോ? എൻജോയ് ചെയ്തു? ഗെയിം ഡിസൈനർ എന്റെ മൈക്കുണ്ട്. ഗെയിം ഡിസൈനർ ആരോണായിരുന്നു. ഡിസൈൻ ചെയ്ത രീതിയിൽ ഫൺ ഉണ്ടായിരുന്നോ? ഓ, ഫണ്ണായിരുന്നു. ആക്ച്വലി ഗെയിം ഇച്ചിരി ഫണ്ണായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ശുചിത ചേച്ചിയാണ് നമ്മുടെ കാര്യം കിട്ടിയല്ലോ. അല്ല, എല്ലാരും പറയട്ടെ അവരുടെ പറയും. നമ്മൾ ആക്ച്വലി ജയിക്കേണ്ടതായിരുന്നു. പിന്നെ ലാസ്റ്റ് ടാസ്കില് ഇൻസ്റ്റാമാർട്ട് വരാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തോറ്റത്. അല്ലെങ്കിൽ ഇവരായിരുന്നു ഇതും പിടിച്ച് അവിടെ നിൽക്കേണ്ടിരുന്നത്. അല്ല, ആക്ച്വലി അവര് ലാസ്റ്റ് ഒരു ടാസ്ക് കൂടെ ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം അവരെ ഹോൾഡ് ചെയ്ത് സ്റ്റോൾ ചെയ്യാൻ നോക്കി. കണ്ടോ അവർ പറയുന്ന കേട്ടല്ലോ. നമ്മുടെ ടാസ്ക് സ്റ്റോൾ ചെയ്യാൻ അവർ നോക്കി, അവർക്ക് ജയിക്കാനായിട്ട്. ഗെയിമിലെ ഗെയിം ഡിസൈനർ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നമ്മൾ അങ്ങനെ അല്ല, ഗെയിം ഡിസൈനർ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് ജയിക്കാൻ വേണ്ടി നമ്മളെ സ്റ്റോൾ ചെയ്യിപ്പിക്കാൻ അവർ നോക്കുന്നു. എന്നിട്ട് നമ്മൾ ജയിച്ചു. അതാണ് അതിന്റെ ഹൈലൈറ്റ്. സ്റ്റോൾ ചെയ്യരുതെന്ന് റൂൾസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് പൊട്ടനെ ചെട്ടൻ ചതിച്ചാൽ ചെട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്നത്. കേട്ടില്ല. ഗെയിം ഇഷ്ടപ്പെട്ട് എല്ലാം കൊള്ളായിരുന്നു. പക്ഷെ ജയിച്ചതുകൊണ്ട് ഇച്ചിരി സന്തോഷമുണ്ട്. പറയ്, ഞങ്ങളുടെ ടീം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ടീം പഴയ ടീമിൽ നിന്ന് മാറിയതിനോട് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ എല്ലാരും സെയിം എഫേർട്ട് ഇട്ട് ജയിച്ചതാ. അതെ അല്ലേ? അതെ. അജിന് കുഴപ്പമില്ല. നിനക്ക് അടുത്ത കളിയിൽ വേണമെങ്കിൽ ഞാൻ നിന്റെ ടീമിലോട്ട് വന്ന് ജയിപ്പിക്കാം നിന്നെ ഞാൻ. ഇല്ല, അജിനൊരു ബുദ്ധിമുട്ടാവൂല, എനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ല. അതെ, വിഷമത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഇല്ല, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ വീട്ടിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിന് 10,000 റുപ്പീസ് അജിൻ നമുക്ക് പ്രൈസ് മണി തന്നു. അത് നമ്മൾ അജിന്റെ ബിസിനസ്സിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ വീഡിയോക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. മതി കേട്ടാ, ഞാൻ പോണ്. ഈ സിഗ്നൽ കഴിയിട്ട് എന്നിട്ട് അങ്ങോട്ട് ചാടാം. അപ്പുറം പോയാലോ? ഡിവൈഡറിന് മേലെ കണ്ട അവൻ പറഞ്ഞ് കിട്ടിയില്ലാന്ന്. പയ്യ